ഹായ്, ജർമ്മനിയിൽ ബാച്ചിലേഴ്സിന് അഡ്മിഷൻ കിട്ടിയ സൂരജിന്റെ അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് സൂര്യന്റെ അമ്മയുടെയും വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ്. ഇപ്പൊ അമ്മയുടെ ആഗ്രഹം പോലെ സൂരജ് ഇപ്പൊ ജർമ്മനിയിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഒരു റിലേറ്റീവ് വഴിയാണ് എനിക്ക് ഈ സ്കൈ ഹോക്കിൻ്റെ കോണ്ടാക്ട് നമ്പർ കിട്ടുന്നത്, ശരൻ്റെ കോണ്ടാക്ട് നമ്പർ കിട്ടുന്നത്. മോന് വിസയ്ക്ക് കൊടുത്ത ആ സമയം മുതൽ വളരെ ഫാസ്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ അപ് ടു ഡേറ്റ് ആയിരുന്നു. നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും അവർ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പോലും മെസ്സേജ് ഇട്ടിരുന്ന അപ്പോഴേ റിപ്ലൈ തരുമായിരുന്നു. പിന്നെ മോൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വേറെ ഏജൻസി വഴി ആദ്യം ബന്ധപ്പെട്ടതാണ്, പോകാൻ പറ്റിയില്ല, റിജക്ഷനൊക്കെ വന്നു. അപ്പൊ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഞങ്ങൾ വന്നതാണ് ഈ ഏജൻസിയിൽ. പക്ഷെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. സാറ്റിസ്ഫൈഡ് ആണ്, വളരെ സന്തോഷം. എൻ്റെ മോൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ടും ശരന്റെ ആയാലും പ്രണവിന്റെ ആയാലും എല്ലാ സപ്പോർട്ടും ഇന്നലെ കൂടി ഉണ്ടായിരുന്നു. എല്ലാ അക്കോമഡേഷൻ, ബാക്കി എല്ലാ കാര്യങ്ങളും പ്രോസസ്സിങ്ങും എല്ലാം വളരെ ഫാസ്റ്റ് ആയിരുന്നു. എത്ര നാളെടുത്തു പ്രോസസ്സിങ്ങിന് നമ്മളെ കൊടുത്തിട്ടൊരു 3 മാസം. 3 മാസം കൊണ്ട് പ്രോസസ്സിംഗ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആക്കി തന്നു. ഇപ്പോ മകൻ വിളിക്കാറുണ്ട്? അവിടെ ചെന്നതിന് വിളിക്കാറുണ്ട്, ഹാപ്പിയാണ്. മോന്റെ അക്കോമഡേഷൻ ഒക്കെ സൂപ്പറാണ്, ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. മോന്റെ ക്ലാസ് ചെന്ന ഉടനെ തന്നെ ബാക്കി അവിടുത്തെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടി. ഇത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്കും സന്തോഷം, വളരെ സന്തോഷം. അതേപോലെ ഓഫീസ് സ്റ്റാഫ് ബാക്കി എല്ലാവരും ഞങ്ങളോട് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. എപ്പോൾ വിളിച്ചാലും എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. എങ്ങനെയാണ് മകന് ജർമ്മനിയിലേക്ക് വിടണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത്? +2 കഴിഞ്ഞപ്പോഴേ മോന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പുറത്തോട്ട് പോയി പഠിക്കണം, യൂറോപ്യൻ കൺട്രീസ് തന്നെ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അന്ന് നോക്കി പല ഏജൻസിയിലും നമ്മൾ മുട്ടി നോക്കിയത്. പക്ഷെ ആദ്യം പോയ സ്ഥലത്തുനിന്ന് നമുക്ക് വിസ അടിച്ചില്ല, റിജക്ഷൻ വന്നു. അപ്പം കഴിഞ്ഞ ഇന്ത്യക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെയാണ് പെട്ടെന്ന് ഈ ശരന്റെ നമ്പർ കിട്ടുന്നതും ഞങ്ങൾ ആ ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നതും. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്. ലാംഗ്വേജും IELTS എല്ലാം ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. സൂരജ് സ്കൈയോഗിൽ നിന്ന് തന്നെയാണ് IELTS ജർമ്മൻ ലാംഗ്വേജും പഠിച്ചിട്ടുള്ളത്. നല്ല ക്ലാസ് ആയിരുന്നു, പ്രത്യേകം എടുത്തു പറയണം. ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ നല്ല ക്ലാസ് ആയിരുന്നു. മോനിപ്പോ അതുകൊണ്ട് ജർമ്മനി എത്തിയിട്ട് അവിടെ നന്നായിട്ട് സംസാരിക്കാനും പറ്റുന്നുണ്ട്. ജർമ്മനിയിൽ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പോകാം, പക്ഷെ അവിടെ ജീവിക്കണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. വിസ പ്രോസസിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിസ പ്രോസസ്സിംഗ് വളരെ ഫാസ്റ്റ് ആയിരുന്നു. വിസയ്ക്ക് BFSന് കൊടുത്ത് ഒരു 10-12 ദിവസത്തിനകം തന്നെ വിസ വന്ന് മോൻ്റെ അക്കോമഡേഷൻ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ഫാസ്റ്റാക്കി തന്നു. പെട്ടെന്ന് പോകാനും പറ്റി. പക്ഷേ ഇപ്പം മോൻ അക്കോമഡേഷൻ എടുത്ത സ്ഥലത്ത് ഈ ഓഫീസിൽ നിന്ന് വിട്ടത് തന്നെ, ശരൺ വിട്ടത്, ഹൈക്കോക്കിൽ നിന്ന് വിട്ടത് തന്നെ 6 സ്റ്റുഡൻസ് ഉണ്ട്. ഇനി ചെല്ലാനും ഉണ്ട്, 2 പേരുകൂടി ഇനി ചെല്ലാനും ഉണ്ട്. അക്കോമഡേഷൻ എല്ലാം മോൻ താമസിക്കുന്ന സ്ഥലത്തെല്ലാം മലയാളികളാണ്. അത്രയും സന്തോഷം ഞങ്ങൾക്കുണ്ട്. മോൻ സൂരജ് ഹാപ്പിയാണ്. വേറെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെ, കേൾക്കുമ്പോൾ സന്തോഷം. നമ്മളിപ്പോ പ്രോസസിംഗ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും വിസ വന്നിട്ടുണ്ട്. നമ്മൾ സന്തോഷത്തോടെ പറയാണ്. അപ്പോൾ സൂര്യന്റെ അമ്മ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും വളരെ സന്തോഷം. ഇനി ഏതൊരു കോണ്ടാക്ട്സ് വന്നാലും ഞാനൊരു ഓഫീസാണ്, അതേപോലെ ഹസ്ബൻഡിനും ബിസിനസ്സാണ്. അപ്പം ഹസ്ബൻഡ് വഴി എനിക്കും ഏതൊരു കോണ്ടാക്ട്സ് വന്നാലും ഞങ്ങൾ ശരണ്യെ റെഫർ ചെയ്തിട്ടുള്ളൂ. അത്രയും നല്ല സർവീസും കാര്യങ്ങളുമായിരുന്നു. ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഓക്കെ, താങ്ക് യു. അതെ, കേട്ടതിലും വളരെ സന്തോഷമുണ്ട്. നമ്മൾ ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ഫാമിലിയും ഹാപ്പി ആണെന്ന് കാണുമ്പോഴാണ് ഞങ്ങൾക്കും നല്ലൊരു സന്തോഷം ഉണ്ടാകുന്നത്. അത് തന്നെ കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് ഏത് ഏജൻസി വഴിയാണ് പോയത്. അപ്പം ഞങ്ങൾ എടുത്തു പറയുന്നുണ്ട് സ്കൈ കോച്ച് ശരൺ വഴിയാണ് പോയത്. ഞങ്ങൾ മുന്നോട്ടുള്ള ആര് ചോദിച്ചാലും ഞങ്ങൾ ഈ നമ്പരേ കൊടുക്കത്തുള്ളൂ. കാര്യം ഞങ്ങൾക്ക് എങ്ങും ഒരു ഡിലേ വന്നിട്ടില്ല. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാനും ഫാമിലി വളരെ സാറ്റിസ്ഫൈഡ് ആണ്. മോൻ അവിടെ എത്തിയിട്ട് മോന് ഹാപ്പിയാണ്. ക്ലാസ്സിനൊക്കെ പോകുന്നു, ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു.